ഇൻഫ്ലേഷന്റെയും ഡീഫ്ലേഷന്റെയും ഒരു മിക്സ്ചറാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എക്കോണമിയിൽ ഒരു ഹൈ റൈസ് ഓഫ് ഇൻഫ്ലേഷൻ ഉണ്ടാകുകയും അതിന്റെ ഫലമായിട്ട് എക്കോണമി സ്റ്റാഗ്നന്റ് ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതായത് ചെറിയ ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻഫ്ലേഷൻ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഒരു എക്കോണമിക്ക് നല്ലത്. ഒരു 5% താഴെ ഇൻഫ്ലേഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്നാൽ ഈ സ്റ്റാഗ്ഫ്ലേഷൻ സമയമാകുമ്പോൾ ഒരു ഹൈ പെർസെൻറ്റേജ് ഓഫ് ഇൻഫ്ലേഷൻ ഉണ്ടാകുകയും ആ ഒരു ജനറൽ പ്രൈസ് റൈസ് കൂടുന്നത് കൊണ്ട് തന്നെ കോമൺ പേഴ്സൺസ് പർച്ചേസ് കുറയ്ക്കുകയും അതുകൊണ്ട് തന്നെ എക്കോണമി സ്റ്റാഗ്നന്റ് ആകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ പർച്ചേസ് കുറയേണ്ട ഒരു അവസ്ഥ വരും. ആ സ്റ്റാഗ്നന്റ് ആവുന്ന അവസ്ഥയാണ്. അപ്പോൾ അവിടെ ഒരു ഇൻഫ്ലേഷനും ഉണ്ട്, എന്നാൽ എക്കോണമി സ്റ്റാഗ്നന്റുമാണ്. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയാം.